അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള അപകടം. 2 ദിവസം മുമ്പാണ് നമ്മൾ ശിവകാശിയിലത്തെ ദുരന്തം കേട്ടത്. കേരളത്തിൽ പുറ്റിങ്ങലായിരുന്നു ഇതിനു മുമ്പുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ 13 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു. മെഡിക്കൽ സൂപ്രണ്ടുമായിട്ടും ഡോക്ടർമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ 5 പേരുടെ നില വളരെ ഗുരുതരമാണെന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. അവർക്ക് ഏറ്റവും കഴിയാവുന്ന പരമാവധി നല്ല ചികിത്സകൾ ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പരിക്കേറ്റവരിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടത് പരമാവധി പരിശ്രമങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഗുരുതരമായ അവസ്ഥയിലാണ് 5 പേരുള്ളത്. അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ നാട് കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിട്ട് മാറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ അനുശോചനവും ദുഃഖവും അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇത്തരം അപകടങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെ ഇത്തരം പടക്ക നിർമ്മാണങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കേണ്ട സമയമായി എന്നുള്ളത് സംശയമില്ല. ഉത്സവങ്ങൾ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായിട്ടുള്ള ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ മനുഷ്യജീവനും ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ വളരെ ആധുനിക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി എങ്ങനെ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കാൻ കഴിയുമെന്നുള്ള ആലോചന നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇത്തരം അപകടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അവരെല്ലാം പാവപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കും. കേന്ദ്ര ഗവൺമെൻറ് സാധാരണ പ്രഖ്യാപിക്കുന്ന ഒരു എക്സ്ഗ്രേഷ്യ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പതിവ് സഹായധനമാണ് ഇത്തരം ഏത് അപകടങ്ങളുണ്ടായാലും ഉണ്ടാകുന്നത്. അത് കൂടുതൽ പ്രഖ്യാപിക്കുന്ന കാര്യം അവരാലോചിക്കണമെന്നാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായവും വൈകാതെ പ്രഖ്യാപിക്കണം. കാരണം ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽപ്പെട്ട് കുരുക്കേണ്ട കാര്യമില്ലേ ഇല്ല. ഇതൊരു ദാരുണമായിട്ടുള്ള അപകടമാണ്. ഈ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പരിക്കേറ്റവർക്ക് ഒക്കെ തന്നെ ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായം നൽകുന്നതിന് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ തടസ്സമാകേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കണം.